Hi everyone. So today we are discussing on the second part of DNA replication, that is elongation. So നമ്മുടെ പ്രൊകാരിയോട്സിൽ ഇനിഷ്യേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, സോ ഇനിഷ്യേഷൻ നമ്മൾ പറഞ്ഞ എന്താ, നമ്മൾ DNA സ്ട്രാൻഡ് ഉണ്ടായിരിക്കും. ആർക്കാണോ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് അവിടെ എന്ത് സംഭവിക്കുന്നു, DNA വരുന്നു. DNA എവിടെ വന്നാൽ ബൈൻഡ് ചെയ്യുന്നത്, 9' സീക്വൻസിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് 9' സീക്വൻസിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, 13' സീക്വൻസസിന് അവിടെ എന്ത് ചെയ്യിപ്പിക്കുകയാണ്, അവർ മെൽറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു മെൽറ്റിംഗ് ഉണ്ടാകുന്ന കാരണം അവിടെ ഒരു ബെൻഡ് ഉണ്ടാകുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് അവിടെയാണ് നമ്മുടെ ഒറിജിൻ ഓഫ് ബബിൾ, നമ്മുടെ റെപ്ലിക്കേഷൻ ബബിൾ ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റെപ്ലിക്കേഷൻ ബബിൾ. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ എൻസൈംസ് ആണ് ഏതൊക്കെ, ഒന്ന് DNA പോളിമറൈസ്, DNA പ്രോട്ടീൻ. ദെൻ വരുന്നതാണ് ഹെലിക്കേസ് ലോഡർ. ഓക്കെ, ഇത് ഹെലിക്കേസ് ലോഡറാണ് ആൻഡ് ഇത് ഹെലിക്കേസ്. ഓക്കെ, സോ ഹെലിക്കേസ് ഉണ്ട്, ഹെലിക്കേസ് ലോഡർ ഉണ്ട്. ഈ ഹെലിക്കേസ് ലോഡർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെലിക്കേസിനെ നമ്മുടെ രണ്ട് സ്റ്റാൻഡുകളിലായിട്ട് വന്ന് കൊണ്ടവിടെ എന്ത് ചെയ്യുന്നു, ലോഡ് ചെയ്തിടുന്നു. ഹെലിക്കേസിന് എന്താ ഹെൽപ്പ് എന്താ, ഇവിടെ ആ ഒരു നമ്മുടെ ഇതാണ് നമ്മുടെ റെപ്ലിക്കേഷൻ ഫോർക്ക്. ഓക്കെ, ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് എത്തുന്ന സമയത്ത് അൺവൈൻഡ് ചെയ്യുക, ഇതിനെ നമ്മൾ സിബ് തുറക്കുന്ന നടക്കുക, അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, സോ ഹെലിക്കേസ് അവിടെ ഉണ്ട്. ഹെലിക്കേസ് അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്, നമ്മൾ സിബ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, DNA സ്റ്റാൻഡുകൾ കോംപ്ലിമെൻ്ററി ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് വന്ന് എന്ത് ചെയ്യാൻ പറ്റും, റീ അനീൽ ചെയ്യാനായിട്ട് പറ്റും, ഒന്ന് ചേർന്ന് വരാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു സാധനം ബ്ലോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു എൻസൈമാണ് SSB പ്രോട്ടീൻസ്. ഓക്കെ, SSB പ്രോട്ടീൻസ് ഇവിടെ വന്ന് അടുക്കി വന്നിരിക്കും. ഓക്കെ, സോ ദാറ്റ് അവിടെ എന്ത് സംഭവിക്കില്ല, ഇവർ തമ്മിൽ ഒരു റീ അനീലിംഗ് നടക്കത്തില്ല. ഓക്കെ, സോ അത് SSB പ്രോട്ടീൻസ് വരുന്നു. ഇനി തൊട്ടടുത്ത് വരുന്ന ആളാണ് ആരാ, നമ്മുടെ DNA G, ദാറ്റ് ഈസ് പ്രൈമേസ്, അല്ലെങ്കിൽ നമുക്ക് DNA പ്രൈമേസ് എന്നൊക്കെ നോക്കണമെങ്കിൽ പറയാം. ഓക്കെ, DNA G എൻസൈം എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, സോ ഇവിടെ ലോഡ് ചെയ്ത് നമ്മുടെ ഹെലിക്കേസിന് ലോഡ് ചെയ്യുന്നു, ലോഡർ പോകുന്നു. ഇവിടെ ആര് വരുന്നു, SSB പ്രോട്ടീൻസ് ഇവിടെ ടാഗ് ഇവിടെ തന്നെ വരുന്നു. അവർ കാരണം റീ അനീലിംഗ് നടക്കുന്നില്ല. അടുത്ത ആര് വരും, നമ്മുടെ പ്രൈമേസ് വരുന്നു. പ്രൈമേസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ വന്ന് നമ്മുടെ ഹെലിക്കേസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇനി ഇവരുടെ പണി എന്താ, പ്രൈമേസ് ആണ്, അതായത് എന്ത് ഫോം ചെയ്യാൻ സഹായിക്കുന്നു, പ്രൈമർ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സോ ഇവിടെ പ്രൈമറിൻ്റെ ആവശ്യം എന്താ, നമുക്ക് DNA സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് DNA സിന്തസൈസ് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡിനൊക്കെ ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ആരാ, ഇതേ കിടക്കുന്നു നമ്മുടെ DNA പോളിമറൈസ് 3 അല്ലേ. സോ DNA പോളിമറൈസ് 3 ഹോളോ എൻസൈംസ് ആണ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്, ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, ന്യൂക്ലിയോടൈഡ് അഡീഷന് വേണ്ടി സഹായിക്കുന്നത് ഈ പുള്ളിക്കാരനാണ്. ഓക്കെ, DNA പോളിമറൈസ് 3. ഇനി ഇവർക്കൊരു പ്രശ്നമുണ്ട്, ഇവർക്ക് എപ്പോഴും 5'3' ഡയറക്ഷനിലോട്ട് മാത്രമേ സിന്തസൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് ഈ നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് 3' ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും, 5' നിന്ന് 3' എന്നുള്ള രീതിയിലോട്ട് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് DNA പോളിമറൈസ് 3ക്ക് ചെയ്യാൻ പറ്റുന്ന പണി. ഓക്കെ, പിന്നെ ഇവർക്ക് ഇനിഷ്യേഷൻ പോസിബിൾ അല്ല. ഓക്കെ, DNA പോളിമറൈസിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓക്കെ ഇവിടെയാണ് ഹെലിക്കേസ് ഇപ്പോൾ ലോഡ് ചെയ്തത്, ഓക്കെ ഇവിടെയാണ് വന്ന് ആഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്വന്തമായിട്ട് വന്ന് അവർക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പകരം അവർക്ക് എന്ത് വേണം, ഒരു 3'OH എൻഡ് വേണം. ഓക്കെ, ആ ഒരു എൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഈ പ്രൈമർ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന പ്രൈമർ എന്ന് പറയുന്നത് ഒരു 15 ബേസ് പെയർസ് ഒക്കെ വരുന്ന ലെങ്ത്തിൽ വരുന്ന കുറച്ച് സെറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. ആൻഡ് അത് എൻഡ് ചെയ്യുന്നത് ഒരു 3' ആ ഒരു OH എൻഡ് വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് 5' നമ്മുടെ DNA പോളിമറൈസിന് അവിടെ വന്ന് അറ്റാച്ച് ചെയ്തിട്ടൊരു ഒരു ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. വിത്ത് വിച്ച് അവർ എന്ത് ചെയ്യുന്നു, സിന്തസൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എലോങ്ങേഷൻ നടക്കുന്നത്, മെയിനായിട്ട് ഇത്ര തന്നെയാണ് നടക്കുക. ഇനി ഇങ്ങനൊരു സിന്തസിസ് നടക്കുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് സ്ട്രാൻഡുകളോടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഇവിടെയാണ് അൺവൈൻഡ് ചെയ്ത് അവർ അൺവൈൻഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് പോകുന്ന അതേ ഡയറക്ഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രാൻഡ് ലീഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രാൻഡ് നമ്മൾ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയും. ഓക്കെ, അതായത് ഇത് 5' ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇതായിരിക്കും സ്ട്രാൻഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, സോ 5'3' ഇവരൊരു പ്രൈമർ അറ്റാച്ച് ചെയ്യുന്നു. പ്രൈമറിൽ നിന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, സിന്തസൈസ് ചെയ്ത് പോകുന്നു. ഇവിടെ ഇടയിൽ ഒരു പ്രൈമറിൻ്റെ എക്സ്ട്രാ അഡീഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രൈമറിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ലീഡ് ചെയ്ത് പോകുന്നു. അങ്ങനത്തെ സ്ട്രാൻഡുകളെ വിളിക്കുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. ആൻഡ് രണ്ടാമതൊരു സ്ട്രാൻഡ് കൂടെ ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ DNAക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' to 5' ഡയറക്ഷനിലും മറ്റേ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഡയറക്ഷനാണ്, റിവേഴ്സ് ഡയറക്ഷനാണ് അല്ലേ, 5'3' ഡയറക്ഷനിലും ആയിരിക്കും. ഓക്കെ,
സോ ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് വരുന്ന സമയത്ത്, ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വെച്ചാൽ, ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് അൺവൈൻഡിങ് നടക്കുക. ഈ രീതി ഇങ്ങോട്ടാണ് അൺവൈൻഡ് ചെയ്ത് പോകുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രൈമർ ഇവിടെ ആയിരിക്കും ആഡ് ചെയ്യാം അല്ലേ? പ്രൈമർ ഇവിടെ ഒന്ന് ആഡ് ചെയ്യുന്നു, ഇവിടെ 5' ആവുന്നു, ആൻഡ് ഇവിടെ നിന്ന് സിന്തസൈസ് ചെയ്ത് പോകും. അത് പ്രശ്നമില്ല, അത് നമ്മുടെ ലീഡിങ് സ്റ്റാൻഡ്. തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, ആൻറ്റി പാരലൽ നേച്ചറാണ് അല്ലേ? അതായത് ഇവിടെ 3' to 5' ഡയറക്ഷനിലോട്ട് പോകുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് സ്റ്റാൻഡ് എന്ത് ഡയറക്ഷനിലോട്ട് പോകുന്നു? 3' to 5' ഡയറക്ഷനിലോട്ട് സിന്തസൈസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനൊരു ആ ഒരു ഡയറക്ഷനിലോട്ട് സിന്തസൈസ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? DNA പോളിമറേസ് 3ക്ക് സാധിക്കില്ല. അവർക്ക് ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ, അതാണ് 5' to 3'. തിരിച്ചൊരു ഡയറക്ഷൻ അവർക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ പ്രൈമർ ആദ്യം വരുന്നു, കുറച്ച് സ്റ്റാൻഡ് എന്ത് ചെയ്യുന്നു, ഈ ഡയറക്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സിന്തസൈസ് ചെയ്ത് 5' to 3' ഡയറക്ഷനിലോട്ട് സിന്തസൈസ് ചെയ്യുന്നു. ഓക്കെ, സോറി, ഇവിടെ ഒരു സ്റ്റാൻഡ് വരുന്നു, പ്രൈമർ വരുന്നു, ഇവർ കുറച്ച് നേരം 5' to 3' ഡയറക്ഷൻ പോകും. വീണ്ടും സ്റ്റാൻഡ് വരുന്നു, 5' to 3'. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യം ഒരു പ്രൈമർ വരുന്നു, അവിടെ നിന്ന് 5' to 3' ഡയറക്ഷനോട് സിന്തസൈസ് ചെയ്യുന്നു. വീണ്ടും ഒരു പ്രൈമർ അറ്റാച്ച് ചെയ്യുന്നു, 5' to 3' ഡയറക്ഷനോട് സിന്തസൈസ് ചെയ്യുന്നു. സോ ഈ ഒരു രീതിയിലോട്ട് വരുന്ന ഒരു ബ്രേക്ക് ചെയ്ത് ഡിസ്കണ്ടിന്യൂസ് മാനറിൽ വരുന്ന സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിനെ വിളിക്കുന്ന പേരാണ് ലാഗിങ് സ്റ്റാൻഡ്. ഓക്കെ, ആൻഡ് ഈ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. എന്തുകൊണ്ട് ഒക്കാസാക്കി? ഇത് ഒക്കാസാക്കിയാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ഇതിന് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ലീഡിങ് സ്റ്റാൻഡ് ഉണ്ട്, ലാഗിങ് സ്റ്റാൻഡ് ഉണ്ട്, 2 സ്റ്റാൻഡ്സാണ് സിന്തസൈസ് ചെയ്യുക. എന്തുകൊണ്ട് 2 സ്റ്റാൻഡ് ഉണ്ടാകുന്നു? ലീഡിങ് സ്റ്റാൻഡ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ DNA പോളിമറേസിന് 5' to 3' ഡയറക്ഷനിലാണ് പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് സിമ്പിളായിട്ടൊരു പ്രൈമർ കിട്ടിക്കഴിഞ്ഞാൽ 3' OH എൻഡ് കിട്ടുന്നു. ആ എൻഡിൽ അവർക്ക് സിന്തസൈസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു. ഇനി ലാഗിങ് സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 3' to 5' ഡയറക്ഷനിലാണ് സിന്തസിസ് നടക്കുക. ആ സിന്തസിസ് ആർക്ക് പോസിബിൾ അല്ല? DNA പോളിമറേസ് 3ക്ക് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്? ഓരോ പ്രൈമറിനെ അവർക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ആൻഡ് ആ പ്രൈമർ എന്ത് ചെയ്യും? 5' to 3' ഡയറക്ഷനോട് സിന്തസൈസ് ചെയ്യും. ആൻഡ് വീണ്ടും നെക്സ്റ്റ് പ്രൈമർ ആഡ് ചെയ്യുന്നു, വീണ്ടും 5' to 3' ഡയറക്ഷൻ അങ്ങനെ ഉണ്ടാകുന്നു. സോ ഒരു ഡിസ്കണ്ടിന്യൂസ് മാനറോടെ ഫോം ചെയ്യാണ്. ആൻഡ് അതുകൊണ്ടാണ് ഒരു ലാഗിങ് സ്റ്റാൻഡ് ഉണ്ടാകുന്നത്. ഇനി ഇവരുടെ പേരിനൂടെ ഒരു കാര്യം പറയാം. ലീഡിങ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴാണോ പ്രൈമർ സിന്തസൈസ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സിന്തസൈസ് ചെയ്ത് വൈൻഡ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ സിന്തസൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ബട്ട് ഇവിടെ ലാഗിങ് സ്റ്റാൻഡ് അവിടെ ലാഗ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഓരോ പ്രൈമർ ആഡ് ചെയ്യണം, എന്നിട്ട് സിന്തസൈസ് ചെയ്യണം. പ്രൈമർ ആഡ് ചെയ്യണം, സിന്തസൈസ് ചെയ്യണം. സോ ഇതെന്ന് പറയുന്നത് കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ലീഡിങ് സ്റ്റാൻഡിനേക്കാളും കുറച്ച് ടൈം ആർക്കൂടി വേണം? ലാഗിങ് സ്റ്റാൻഡിന് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ നമ്മുടെ പോളിമറേസ് 3 എങ്ങനെ ലോഡ് ചെയ്യുക? എപ്പോഴാണോ ഈ പ്രൈമർ വന്ന് ലോഡ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മുടെ DNA പോളിമറേസ് 3 വന്ന് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സ്ട്രക്ചറൊക്കെ ഓൾറെഡി പോളിമറേസ് 3 സ്ട്രക്ചർ പറഞ്ഞതാണ്. നമ്മുടെ പോളിമറേസ് 3ക്ക് എന്തുണ്ടായിരിക്കും? ഒരു ബീറ്റ ക്ലാമ്പുകൾ ഉണ്ടായിരിക്കും. ഈ ക്ലാമ്പുകൾ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റാൻഡ് ഇടുന്നതിന് കൊളുത്തി പിടിച്ച് കിടക്കും. ഈ കൊളുത്തി പിടിച്ച് കിടന്ന് ഈ കൊളുത്തലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ന്യൂക്ലിയോടൈഡുകൾ വരുന്നു, ആഡ് ചെയ്യുന്നു, ഇവരിങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകും. ആ ഒരു നീണ്ട സ്ട്രെച്ചിൽ ഇതിങ്ങനെ കൊളുത്ത് പിടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്താണ് ന്യൂക്ലിയോടൈഡുകൾ സിന്തസൈസ് ചെയ്ത് പോകുന്നത്. ഈ പിടി എപ്പോൾ വിട്ടു പോകുന്നു അപ്പോൾ നമ്മുടെ സ്റ്റാൻഡുകളെല്ലാം കൂടി താഴോട്ട് വിളങ്ങു പോകും. ഓക്കെ, ഇനി നമ്മുടെ ഈ പറഞ്ഞ പോളിമറേസ് 3ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർക്ക് എന്താണുള്ളത്? ഹൈ പ്രോസസിവിറ്റി ഉണ്ട്. അതായത് അവർക്ക് പിടിച്ച് കഴിഞ്ഞാൽ അതേപോലെ കൊളുത്തിട്ട് നിൽക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് വിട്ടുപോകത്തില്ല. പെട്ടെന്ന് വിട്ടുപോയാൽ എന്താ സംഭവിക്കുക? ന്യൂക്ലിയോടൈഡുകൾക്ക് അവിടെ അറ്റാച്ച് ചെയ്യാനുള്ള സമയം കാണത്തില്ല. നമ്മുടെ DNA സ്റ്റാൻഡുകൾ ഉണ്ടാവുന്നത് വീക്കായിരിക്കും. പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും? വീണു പോകും. ഓക്കെ, അവർക്ക് ആ ഒരു സ്റ്റാൻഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ഇവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? നമ്മുടെ DNA പോളിമറേസ് 3യുടെ കഴിവാണ് ബീറ്റ ക്ലാമ്പുകളുണ്ട്. ഈ ബീറ്റ സ്ലൈഡിങ് ക്ലാമ്പ്. ഓക്കെ, സോ ബീറ്റ ക്ലാമ്പ് അല്ലെങ്കിൽ സ്ലൈഡിങ് ക്ലാമ്പ് ഇവർ അറ്റാച്ച് ചെയ്താൽ കൊളുത്ത് പിടിച്ച്. ഓക്കെ, ആൻഡ് കറസ്പോണ്ടിംഗ്ലി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗാമ കോംപ്ലക്സ് ആണ് എന്തിനു വേണ്ടി സഹായിക്കുക? ഇവരെ ലോഡ് ചെയ്ത് ആ ഒരു ക്ലാമ്പ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? ആൽഫ കോംപ്ലക്സ് ആണ്. ഇവരുടെ തന്നെ ആൽഫ കോംപ്ലക്സ് ആണ്. ടോ കോംപ്ലക്സ് ഇവിടെ ഉണ്ട്, ഒരു ടോ സബ് യൂണിറ്റ് ഉണ്ട്. ഇവരാണ് ആ എക്സ്റ്റൻഷൻ, ആ കൈ എത്തിപ്പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ഈ എന്താ പറയുക ടോ സബ് യൂണിറ്റ് എന്ന് പറയാം. പിന്നെ സിന്തസൈസ് ചെയ്യുന്നൊരു സബ് യൂണിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, ഇനി സിന്തസൈസ് ചെയ്യുന്ന സബ് യൂണിറ്റിൽ ആൽഫയാണ് എന്ത് ചെയ്യുന്നത്? സിന്തസിസ് നടത്തുന്നത് ആൽഫ. ആൻഡ് ഇവിടെ ഒരു പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി നടക്കുന്നത് എപ്സിലോൺ. ഇത്രയൊന്നും അറിഞ്ഞിരിക്കുക. സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇങ്ങനെ ഒരു സ്ട്രക്ചർ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ലീഡിങ് സ്റ്റാൻഡ് സിന്തസൈസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എപ്പോഴാണോ ലോഡ് ചെയ്യുന്നത് ആദ്യം പ്രൈമർ ഉണ്ട്, ആ ലോഡിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഇവരിങ്ങനെ സിന്തസൈസ് പോകുന്നു. അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച് ചെയ്ത് സാധനം വരുന്നു. ഓക്കെ, ഇവരിങ്ങനെ വരുന്നു, അടുത്ത ആൾ വരുന്നു, ഇതിങ്ങനെ നീണ്ടു പോകും. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ലാഗിങ് സ്റ്റാൻഡ് വരുന്ന സമയത്ത് ഈ ഒരു എക്സ്റ്റൻഷൻ നടക്കത്തില്ല. പകരം എന്താ? റിവേഴ്സ് മാനറിലാണ്.
ഒന്നിങ്ങോട്ടാണെങ്കിൽ തിരിച്ച് ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ടാണ് വരുന്നത്. ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നോർമൽ സ്ട്രെയിറ്റ് ലൈൻ സിന്തസിസ് നടക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് അവർ ഒക്കുപ്പൈ ചെയ്യുന്നത് ഒരു ലൂപ്പ് ലൈക്ക് മാനറാണ്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്, വളച്ചിട്ടാണ് ഒരു ഇതിടുന്നു, വളച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സിന്തസൈസ് ചെയ്യുന്നു, പിന്നെ വീണ്ടും വരുന്നു, അടുത്ത ആളിടുന്നു, വീണ്ടും കൊണ്ടുവന്നു, സിന്തസൈസ് ചെയ്യുന്നു, വളയ്ക്കുന്നു, വരുന്നു. ഈ ഒരു രീതിയിൽ ലൂപ്പ് മാനറിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സിന്തസിസ് നടക്കുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു മോഡലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രോംബോൺ മോഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ട്രോംബോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓക്കെ, അത് വലിക്കുന്ന ആ ഒരു രീതിയിൽ ആ ലൂപ്പ് പോലെയാണ് എന്ത് സിന്തസൈസ് ചെയ്യുന്നത്, ലാഗിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എലോങ്ങേഷൻ നമ്മൾ ട്രോംബോൺ മോഡൽ എന്ന് വിളിക്കുന്നു. സോ ഈ ഒരു ട്രോംബോൺ മോഡൽ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ആൻറ്റി പാരലിൽ പോകുന്ന ഓപ്പോസിറ്റ് സ്ട്രാൻഡിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ട് എലോങ്ങേഷൻ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മുടെ സ്ട്രാൻഡ് എത്ര വരെയാണോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അത്രയും നേരം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇതേറെ 2 സ്ട്രാൻഡുകൾ കിട്ടുന്നു. അതാണ് നമ്മുടെ ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡും. ഇനി ഇവിടെ വേറെ 2 എൻസൈംസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഇനി നമ്മളിങ്ങനെ എന്താ സംഭവിക്കുക, അൺവൈൻഡ് ചെയ്ത് ഹെലിക്കേസിനെ പോകുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കാം, ബാക്കി സ്ട്രാൻഡിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് ഒരു സൂപ്പർ കോയിലിംഗ് ഉണ്ടാവുക. നമ്മൾ റബ്ബർ ബാൻഡിങ്ങിനെ ചുറ്റി വെച്ചതിന് ശേഷം ജസ്റ്റ് ശകലം നീക്കി കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഒരു ട്വൈനിങ്, എക്സ്ട്രാ ഒരു ട്വൈനിങ് അവിടെ ഉണ്ടാവും അല്ലേ. ആ ഒരു സൂപ്പർ കോയിലിംഗ് ഇവിടെയും ഉണ്ടാവാം, കാരണം അത്രയും വൈൻഡഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ആ സാധനത്തിന് എന്ത് സംഭവിക്കുക, സൂപ്പർ കോയിലിംഗ് ഉണ്ടാവാം. ആ സൂപ്പർ കോയിലിംഗ് വരുന്ന സമയത്ത് അതിനെ കട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈംസാണ് ടോപ്പോ ഐസോമറൈസസ്. അതിൽ തന്നെ ടൈപ്പ് 4 ആണ് ഇവിടെ വരുന്നത് മെയിനായിട്ട്. ഓക്കെ, ഇവിടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ മെയിനായിട്ട് വരുന്നത് ടോപ്പോ ഐസോമറൈസ്. ഈ എൻസൈമാണ് എന്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, കട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച ആളെ നമ്മൾ ഈ കുരുക്ക് കട്ട് ചെയ്യുന്നു, തിരിച്ച് വീണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇതൊരു കുരുക്കാണ്, ഇമാജിൻ ഇതൊരു കുരുക്കാണ്. ഈ കുരുക്കിൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്തു, ടോപ്പോ ഐസോമറൈസ് വരുന്നു, കട്ടാവുന്നു. കട്ടായതിനു ശേഷം ഇവർ ഇങ്ങനെ വെളി കിടക്കുകയല്ലേ, അതിനെന്തെങ്കിലും ഒട്ടിച്ച് വയ്ക്കണം. ആ ഒട്ടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ലിഗേസസ്. ഓക്കെ, DNA ലിഗേസ്. അങ്ങനെ DNA ലിഗേസിൻ്റെ ഹെൽപ്പോട് കൂടി അവിടെ എന്ത് ചെയ്യുന്നു, ആ നിക്കുകൾ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നു. സോ ഈ ഒരു മാനറിൽ ഇവിടെ ഇത്ര എൻസൈംസും ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ മെയിനായിട്ട് എലോങ്ങേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് ഏത്, നമ്മുടെ ടെർമിനേഷൻ. അതിന് മുന്നേ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് DNA മാത്രമുള്ള സ്ട്രാൻഡാണ്, പ്ലസ് നമ്മുടെ പ്രൈമർ ആയിട്ടുള്ള RNA. അപ്പോൾ അതൊരു ഹൈബ്രിഡാണ്. പിന്നെ ഇവിടെ നമ്മുടെ ലാഗിങ് സ്ട്രാൻഡ് നോക്കുകയാണെങ്കിൽ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആണ് അല്ലേ. സോ ആ ഫ്രാഗ്മെൻറ്റ്സിൽ എന്താ സംഭവം, ഒരു ഹൈബ്രിഡാണ്, DNA RNA ഹൈബ്രിഡാണ് ഉണ്ടാകുന്നത് അല്ലേ. RNA എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമർ ഉണ്ടാവും, DNA സ്ട്രാൻഡ്, RNA പ്രൈമർ, DNA സ്ട്രാൻഡ്. സോ ഒരു ഹൈബ്രിഡാണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ ഈ ഹൈബ്രിഡ് നമുക്ക് വേണമോ, നമുക്ക് ഈ ഹൈബ്രിഡ് വേണ്ട, കാരണം DNA റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് DNA തന്നെ നമുക്ക് കിട്ടണം. സോ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് കട്ട് ഔട്ട് ചെയ്ത് കളയണം. അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു എൻസൈമാണ് ഏതാ, DNA പോളിമറേസ് 1. ഓക്കെ, സോ DNA പോളിമറേസ് 1 ആണ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്, ഈ പറഞ്ഞ ഫ്രാഗ്മെൻറ്റ്സിനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി വരുന്നത് DNA പോളിമറേസ് 1 ആണ്. ഇനി പോളിമറേസ് 3ക്ക് ആക്ച്വലി ഒരു പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഉണ്ട്, 3' to 5' ഡയറക്ഷനിലോട്ട്. അതുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, മ്യൂട്ടേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴെങ്കിലും ഒരു മിസ്മാച്ച് വന്നു, എക്ക് പകരം വേറെ CO GO ഒന്നും ഇരിക്കുകയാണെന്ന് വെച്ചോ, അങ്ങനെ വരുന്ന സമയത്ത് അവിടെ മ്യൂട്ടേഷൻ ആയില്ലേ, പ്രശ്നമല്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി പോളിമറേസ് 3ക്കുണ്ട്. സെയിം അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു കട്ട് ചെയ്ത് കളയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എൻസൈമാണ് DNA പോളിമറേസ് 1. ഓക്കെ, അവർക്കും പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, അവിടെ ഒരു നിക്ക് ഫോം ചെയ്യും. ഇപ്പോൾ ഈ നമ്മൾ RNA സ്ട്രാൻഡിനെ കളയുന്ന സമയത്ത് അവിടെ DNA എന്ന് പറഞ്ഞ സ്ട്രാൻഡുകൾ കാണും. അവിടെ സീൽ ചെയ്ത് വീണ്ടും എന്താ പറയുക, ന്യൂക്ലിയോടൈഡ്സ്, കുഞ്ഞു ന്യൂക്ലിയോടൈഡല്ലേ, ആ ന്യൂക്ലിയോടൈഡിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും DNA പോളിമറേസ് 1 സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ എലോങ്ങേഷനിൽ നടക്കുന്ന സീരീസ് ഓഫ് സ്റ്റെപ്സ്. Okay, I hope you understood this video. So do like, share and subscribe. Thank you for watching.